ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഏതായാലും തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. അപ്പോൾ ശ്രുതി കൂട്ടുകാരിനെ ഇങ്ങനെ നിർബന്ധിക്കുകയാണ് കേട്ടോ. എടി വാടി, ഞാൻ തന്നെ എല്ലടി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകാരി പറഞ്ഞു, നീ പറയുന്ന കള്ളത്തരം ഒന്നും കേൾക്കാൻ എനിക്ക് പറ്റില്ല, ഇന്ന് ഞാൻ നിൻ്റെ കള്ളത്തരം കേൾക്കുന്നല്ലേ, ഇന്നെങ്കിലും എനിക്കൊന്ന് റെസ്റ്റ് താടി എന്നിങ്ങനെ പറഞ്ഞിട്ട് കൂട്ടുകാരി അങ്ങ് പോയി കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് വല്ലാത്തൊരു പേടിയൊക്കെയാണ് അകത്തേക്ക് കയറി ചെല്ലാൻ. കാരണം വേറെ ഒന്നുമല്ല, അച്ചമ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതും കൊണ്ട് തന്നെ ഒരു ചെറിയ ഭയമുണ്ട്. കള്ളത്തരം പറഞ്ഞ് പിടിച്ച് നിൽക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ അതും കൊണ്ട് പതുക്കെ അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങുക. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറയുക, ചന്ദ്രയോടാട്ടോ പറയുന്നത്, എടി നീ എന്താടി ജോലി ചെയ്യാതെ മാറി നിൽക്കുന്നത്, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചടങ്ങല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ജോലി എന്ന് പറഞ്ഞ് നോക്കുന്നതും നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്കാണ്. സന്തോഷം കൊണ്ട് തുള്ളി ചാടി നമ്മുടെ ചന്ദ്ര, മോളെ നീ വന്നോ, നീ എങ്ങനെയാ വന്നത്? അതെ, എന്നെ മീര കൊണ്ടുവന്ന് വിട്ടത് അമ്മേ എന്ന് പറഞ്ഞു. അപ്പോൾ ചന്ദ്ര, എടാ ശ്രുതി, എടാ നീ ഇങ്ങ് വന്നേടാ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേടാന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ അച്ചമ്മയും രവീന്ദ്രനും ഇറങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ അച്ചമ്മയും രവീന്ദ്രനും വരുന്നു. അച്ചമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്ന്, കാരണം ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. ചന്ദ്രയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തള്ളിപ്പോകും, അതുപോലെ സ്നേഹമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ ചോദിച്ചു, അല്ല ഇതേതാ ഈ പെങ്കൊച്ചിനെ എന്തിനാ ഇത്രമാത്രം ഇവള് സ്നേഹിക്കുന്നത്, ഇതേതാ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, അത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രുതി കെട്ടാൻ പോകുന്ന പെൺകുട്ടിയാന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, ഓ അതല്ല ഇത്ര സ്നേഹം എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ശ്രുതി ഇറങ്ങി വന്ന ഉടനെ ആരാ വന്നേക്കുന്നത് നോക്കിയെന്ന് ചോദിച്ചു ചന്ദ്ര. ഹായ് ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അടുത്തേക്ക് ചെന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൈ കൊടുത്തു. അപ്പോൾ ഇവർ കൈ കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ ഇത് മാറി നിന്ന് കാണുകയാണല്ലോ. കൊള്ളാലോ എന്ന രീതിയിൽ അങ്ങനെ നമ്മുടെ രവീന്ദ്രനും അച്ചമ്മ അടുത്ത് വന്നു. രവീന്ദ്രനോട് ഹായ് അങ്കിൾ, എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. മോളെ സുഖമാ മോളെ, അല്ല ഇതാ എൻ്റെ അമ്മ, നാട്ടിൽ നിന്ന് വന്നാന്ന് പറഞ്ഞു. ഇതല്ലേ അച്ചമ്മ, അച്ചമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് കാലയിലും വീണു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു, നന്നായി വരട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ, എങ്ങനെയുണ്ട് ഞാൻ ശ്രുതിക്ക് കണ്ടെത്തിയ പെൺകുട്ടി, നല്ല കുട്ടിയല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അച്ചമ്മ പറഞ്ഞു, നല്ലതാണോ എന്ന് എങ്ങനെ കണ്ടാൽ പറയും എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ശ്രുതിനെയും വിളിച്ചിട്ട്, രണ്ടുപേരും നിൽക്കുന്ന കണ്ടില്ലേ, ജോഡി പൊരുത്തം എങ്ങനെയുണ്ടെന്ന് പറ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ നീക്കി അങ്ങ് നിർത്തി, അതുപോലെ ശ്രുതിനെ അങ്ങ് നിർത്തിയിട്ട് ചോദിച്ചു. അപ്പോഴത്തേക്ക് അച്ചമ്മ പറഞ്ഞു, പിന്നെ പുറമേ ഉള്ള പൊരുത്തമൊന്നും അല്ല നോക്കേണ്ടത്, അവരുടെ മനസ്സിൽ പൊരുത്തം ഉണ്ടായിരിക്കണം, അതാ നോക്കേണ്ടത്. എൻ്റെ അമ്മേ അതൊക്കെ ഉണ്ടമ്മേ, ഇവളുടെ സ്വഭാവം സ്നേഹം അതൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പിടിച്ച പിടി വിടാതിരുന്നത്, ഇവളെ മരുമകളാക്കി കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇവളാ എൻ്റെ മരുമകളെന്ന്. എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് പറ എന്നിങ്ങനെ പറഞ്ഞു. ചന്ദ്രേ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഈ ജോഡിപ്പൊരുത്തം ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വിവാഹം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി വന്നു കേട്ടോ. അപ്പം രേവതി വന്ന് മാറി നിൽപ്പുണ്ട്. അങ്ങനെ ഏതായാലും നമ്മുടെ ചന്ദ്രയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആര് പറഞ്ഞത്? അച്ചമ്മ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇവക്കെ ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ട്, ചെറുതൊന്നുമല്ല, വലുതാ, അവിടെ കാല് കുത്താൻ പറ്റില്ല, അത്രമാത്രം തിരക്കാ. പിന്നെ ഇവളുടെ മുഖത്ത് നോക്കിയേ, എന്തൊരു ലക്ഷണമാ. നിങ്ങളുടെ മോനും കണ്ടെത്തിക്കൊണ്ട് വന്നല്ലോ ഒരു പെണ്ണ് മരുമകളെ. മരുമകളുമായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പറഞ്ഞു, എന്താടി നീ പറയുന്നത്? രേവതിക്ക് എന്ത് കുറവാടി? രേവതിയുടെ മുഖത്തേക്ക് നോക്ക്, അവളുടെ ഭംഗിയെ ആ മുഖത്ത് കാണാം, അവളുടെ ഐശ്വര്യവും ആ മുഖത്ത് കാണാം. നീ കൂടുതൽ പറയുമെന്നും വേണ്ട, അവൾ നിഷ്കളങ്കയായ കുട്ടിയാണെന്ന് കാണുമ്പോൾ അറിയാം. ഈ പെണ്ണിനെ കണ്ടാലോ, ശരീരം ശരിയായിട്ട് നീ നോക്കുന്നില്ലേ, കണ്ടാലൊരു കുഞ്ഞിനെ പ്രസവിച്ച പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. നോട്ട് ദ പോയിന്റ്. ആ ഒരു പോയിന്റിൽ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഉരുകി തീർന്നു എന്ന് വേണം പറയാൻ. പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചു, അച്ചമ്മ എന്താ ഈ പറയുന്നത്? അമ്മ, അച്ചമ്മ പറഞ്ഞ് കേട്ടില്ലേ, ഇതെന്താ ഇങ്ങനെയൊക്കെ അച്ചമ്മയെ വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര, വീട്ടിൽ കയറി വരാൻ പോകുന്ന മരുമകളോട് ഇങ്ങനെയൊക്കെയാണോ അമ്മ സംസാരിക്കുന്നത്? വരാൻ പോകുന്ന മരുമകളെക്കുറിച്ച് പറയുമ്പോൾ ചന്ദ്രൻ നിനക്ക് പൊള്ളുന്നുണ്ടല്ലോ, ഇവിടെയുള്ള മരുമകളെക്കുറിച്ച് നിനക്ക് എന്തും പറയാം, ഏതും പറയാം. അവള് എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നതാണല്ലോ. അവൾക്ക് മനസ്സിലേ, അവൾക്ക് വിഷമാവൂലേ, നിൻ്റെ ഈ മരുമകൾക്ക് മാത്രമേ മനസ്സും വിഷമമൊക്കെ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അച്ചമ്മേ
അച്ഛമ്മ അമ്മ രേവതീനെ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി സുധി എന്ത് തെറ്റാ ചെയ്തത്? അച്ഛമ്മ എന്തിനാ സുധീനെ സങ്കടപ്പെടുത്തിയത്? ഞാൻ ആരെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. രേവതീനെ കുറിച്ച് നിന്റെ അമ്മ പറഞ്ഞപ്പോഴേ എനിക്ക് സഹിച്ചില്ല. ആ ദേഷ്യത്തിന് ഞാൻ അങ്ങ് പറഞ്ഞതാ. അല്ലാതെ എനിക്ക് ഈ കുട്ടിയായിട്ട് ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. പിന്നെ ഈ ശ്രുതി വന്നപ്പോൾ നിന്റെ അമ്മയുടെ സന്തോഷം ഞാൻ കണ്ടതാ. ആ സന്തോഷമൊന്നും രേവതീനെ കാണുമ്പോൾ ഇല്ലല്ലോ. കറുത്ത മുഖം ഇവക്ക് കാണിക്കാതിരുന്നൂടെ? ഇവള് മോന്ത വീർപ്പിച്ച് വെക്കൂലോ, കുറ്റപ്പെടുത്തൂല്ലോ. ഇവള് എന്തൊക്കെയാ പറയുന്നത് ആ പെങ്കൊച്ചിനെ? അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. മോളെ ശ്രുതി, നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛമ്മ ശ്രുതിനെ അങ്ങോട്ട് വിളിച്ചു. അതെ, മോള് വിഷമിക്കണ്ടാട്ടോ. അച്ഛമ്മ പറഞ്ഞത് തെറ്റായിട്ട് എടുക്കരുത്. അപ്പം തോന്നിയ ദേഷ്യത്തിൽ, അതും ചന്ദ്രയോടുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാ. നീയും എൻ്റെ മോള് തന്നെയാണ് കേട്ടോ. നീയും എൻ്റെ ശ്രുതിയുടെ മോളാ. നിന്നെയും രേവതീനെയും ഞാൻ രണ്ടായിട്ട് കാണില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ സാരമില്ല അച്ഛമ്മേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമ പറഞ്ഞു, ഇതെന്താ ചടങ്ങാകാറായല്ലോ എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ, മാല പോലും കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, അതിപ്പം നമ്മുടെ ശ്രീകാന്ത് വരുമ്പോൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഈ സമയം നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ശ്രുതി നീ ഒരു കാര്യം ചെയ്യ്, ശ്രുതിനെയും കൂട്ടി റൂമിലേക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് ചന്ദ്രയും ഭാമയും അങ്ങ് പോയി കേട്ടോ. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതീനെ തന്നെയാണ്. അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പതിയെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് സാരമില്ല മോളെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദീനെയാണ്. ആദിയാണെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആദി പറയുകയാണ്, മതി മുത്തശ്ശി, എനിക്കിനി വേണ്ട, എനിക്ക് മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടെ കഴിക്കുക, കുറച്ച് കഴിഞ്ഞാലേ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോകുന്നത്, നമ്മുടെ സച്ചി അങ്കിളിൻ്റെ രേവതി ആൻറ്റിയുടെ താലികെട്ട്, അത് നമുക്ക് കാണണ്ടേ, അതും കൊണ്ട് കഴിക്കാൻ പറഞ്ഞു. ഏതായാലും കുട്ടി അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം കഴിച്ചു. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ആദ്യമായിട്ടാണ് താൻ എൻ്റെ റൂമിലേക്ക് ഇങ്ങനെ കയറി വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത് ഇവിടെ വെച്ചാ. ഇവിടെ മൊത്തം അലങ്കരിച്ച് ഒരു മണിയറയാക്കൂലേ, പാലുമായിട്ട് താനിങ്ങനെ നടന്നു വരില്ലേ, അതൊക്കെ ഞാൻ സ്വപ്നം കണ്ടത്. പക്ഷെ അങ്ങനെയല്ലാതെ കുറച്ച് നേരത്തെ തനിക്ക് വരേണ്ടി വന്നില്ലേ? ഏയ്, അതിന് കുഴപ്പമൊന്നുമില്ല, അതിന് ഇനിയാണെങ്കിലും വരാമല്ലോ. താൻ ആദ്യമായിട്ട് എൻ്റെ മുറിയിൽ വന്നതല്ലേ. ഞാൻ തനിക്ക് ഒരു സമ്മാനം തരട്ടെ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ ശ്രുതി അങ്ങോട്ട് അടുത്ത് ചെല്ലാൻ തുടങ്ങി കേട്ടോ. അടുത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി അങ്ങ് ഒഴിഞ്ഞു മാറിയിട്ട് മാറി നിന്നു. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രുതി ചെന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതി ഒരു ചെറിയ പഞ്ചാരക്കൂട്ടനാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവരുടെ ഈ റൊമാൻസിനോടൊക്കെ പൊരുത്തപ്പെടാൻ പറ്റില്ല കേട്ടോ. ഏതായാലും അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങ് മാറുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതി പറഞ്ഞു, അതെ ഇതൊന്നും ഇപ്പോൾ വേണ്ട കേട്ടോ, ഇതൊക്കെ വിവാഹം കഴിഞ്ഞു മതി എന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് മാറി. ഏതായാലും ശ്രുതി ആ കാര്യത്തിൽ ഡീസൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര വന്നിട്ട് ഇന്ന് വെച്ചു കേട്ടോ. കാരണം ചന്ദ്ര ഈ സീൻ കണ്ടുകൊണ്ടാട്ടോ വരുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്ര കയ്യിൽ എന്തോ ഒരു സാധനമൊക്കെ പിടിച്ചോണ്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോളെ ഞാൻ വിളിക്കാതെ വന്ന് തെറ്റായിപ്പോയോ? അയ്യോ ഇല്ല ആൻറ്റി, അതെ ഞാൻ വന്നത് വേറൊന്നുമല്ല. അമ്മ പറഞ്ഞത് കാര്യമാക്കണ്ട, മുന്നും പിന്നും നോക്കാതെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ആരോട് എങ്ങനെ പെരുമാറണമെന്നൊന്നും ആ തള്ളയ്ക്ക് അറിയില്ല. അയ്യോ അത് സാരമില്ല ആൻറ്റി, എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ കൈ കൊണ്ടുവന്ന സാധനം കയ്യിലിങ്ങനെ ഒരു പാത്രത്തിലൊരു സാധനം കൊണ്ടുവന്നത് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, മോളെ ഇത് ഗുലാം ജാമാ, ഇത് മോളങ്ങ് കഴിക്കുക എന്ന് പറഞ്ഞപ്പം, അയ്യോ ഞാൻ പറയുമായിരുന്നെങ്കിൽ വന്ന് കഴിച്ചേനല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ ഗുലാം ജാം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇതെന്താ അമ്മ ഇത് സ്പൂണില്ലാതെ കൊണ്ടുവന്ന്, ഇത് എങ്ങനെ കഴിക്കുന്നു ചോദിച്ചു. അയ്യോ അത് ഞാൻ മറന്നുപോയി ശ്രുതി, ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് എടുത്തോണ്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ, ചന്ദ്രേ എടി നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴത്തേക്കും തുടങ്ങി, ഒരിടത്ത് നിൽക്കാൻ പറ്റത്തില്ല, ഈ തള്ള ഇങ്ങനെയാണ്, വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എന്നെ വട്ട് പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഏതായാലും ഞാനേ ഒന്ന് പോട്ടെ, അമ്മ വിളിക്കുമ്പോൾ മുന്നിലെത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എന്നിട്ട് ആ തള്ള അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് മോള് പോയി എടുക്കുക, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്ര പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി സ്പൂൺ എടുക്കാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. ഇതേ സമയമാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ, മോൻ ഇവിടെ ഇരിക്കുക, അമ്മ പാത്രം കഴുകിയിട്ട് വരാമെന്നും പറഞ്ഞു പോകുന്നത്. ഏതായാലും രണ്ടുപേരും കൂടെ ചെല്ലാൻ പോകുന്നത് അടുക്കളയുടെ അങ്ങോട്ടാണെന്ന് ഓർത്തോണം. അങ്ങനെ നമ്മുടെ ശ്രുതി പതിയെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു.
സ്റ്റെപ്പ് ഇറങ്ങി വന്ന് അടുക്കളയുടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അതിൻ്റെ പുറകെ നമ്മുടെ ശ്രുതിയുടെ അമ്മ വരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ അടുക്കളയുടെ ആ ഒരു വശത്തേക്ക് ചെല്ലുന്നു. പക്ഷേ അവർ തമ്മിൽ കണ്ടുമുട്ടുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ ശ്രുതി വന്ന് സ്പൂൺ എടുത്തോണ്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മയും കൂടെ കടന്നു വരികയാണ്. അങ്ങനെ അമ്മ കടന്നു വരുന്നു, ശ്രുതിനെ കാണുന്നില്ല. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് ശ്രുതി രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവർ രണ്ടുപേരും തന്നെ ഉള്ളപ്പോഴാണ് കാണുന്നതെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് പറയാമായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ. പിന്നെ മോനുള്ളത് കൊണ്ട് പറയാനും പറ്റത്തില്ല, കാരണം പിള്ള മനസ്സിൽ കള്ളമില്ല. കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആൻറ്റി എന്ന് പറഞ്ഞ് ചെന്ന് കെട്ടിപ്പിടിക്കും, അത് ഉറപ്പുമാണ്. അപ്പോൾ ഏതായാലും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശ്രുതിനെ ഇപ്പം കണ്ടിരുന്നുവെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് അവിടെ നിന്ന് മോനെയും കൊണ്ട് എങ്ങനെയെങ്കിലും പോകുകയും ചെയ്യായിരുന്നു. പക്ഷെ അവർ തമ്മിൽ കാണാത്തതൊരു വലിയൊരു ശ്രുതിയുടെ ഭാഗ്യമല്ല, അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ കഷ്ടകാലമാണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഏതായാലും രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ അമ്മ റൂമിലേക്ക് വന്നു കേട്ടോ. റൂമിലേക്ക് വന്നപ്പം കുട്ടി പറഞ്ഞു, അയ്യോ എനിക്കുണ്ടല്ലോ രേവതി ആൻറ്റിയുടെ കൂടെ കളിക്കാൻ തോന്നുന്നു, ഇവിടെ ഇരുന്ന് ബോറടിച്ചു എന്ന് പറഞ്ഞപ്പം, അയ്യോ മോൻ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, നമ്മൾ പുതിയ ഒരിടത്തല്ലേ വന്നേക്കുന്നത്, അതും രേവതി ആൻറ്റിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഒരുങ്ങൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അമ്മൂമ്മ മോൻ്റെ കൂടെ കളിക്കാൻ കൂടാലോ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഏതായാലും അമ്മൂമ്മയും മോനും കൂടെ അവിടെ ഇരുന്ന് കളിക്കാനും തുടങ്ങി. ഇതേ സമയം നമ്മുടെ ശ്രുതി സ്പൂണൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയുടെ റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ അവിടെ കയറി ചെന്നു. അങ്ങനെ സ്പൂൺ എടുത്ത് 2 സ്പൂണാട്ടോ എടുത്തത് ഗുലാബ് ജാം കഴിക്കാൻ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, ഇതെന്താ 1 സ്പൂൺ എടുത്താൽ പോരായിരുന്നോ, 2 സ്പൂൺ എന്തിനാണ് എടുത്തത്, നമുക്ക് രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടി 1 സ്പൂൺ പോരായിരുന്നോ, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി, ഞാൻ പറഞ്ഞില്ലേ അതൊന്നും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗുലാബ് ജാമൊക്കെ ഇങ്ങനെ സ്പൂണും കൊണ്ട് കോരി വായ്ക്കകത്ത് വെച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഒരു ചെറിയ റൊമാൻസൊക്കെ വീണ്ടും കാണിക്കുകയാണ്. പിന്നെ നമ്മുടെ രേവതിനെയാണ് കാണിക്കുന്നത്. രേവതി ശ്രുതിയുടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, അല്ല ആദ്യക്കുട്ടൻ നീ ഭക്ഷണം കഴിച്ചില്ലേ? ആ കഴിച്ചു. അതെ മോളെ, ഒരു കാര്യം പറയട്ടെ, ഇവൻ ഉറക്കം വരുന്നെന്ന്, ഞാൻ വീട്ടിൽ പൊക്കോട്ടെ? അതിനിപ്പോൾ എന്താ, ഉറക്കം വരികയാണെങ്കിൽ ഇവിടെ ഉറങ്ങിക്കൂടെ? മോനൊരു കാര്യം ചെയ്യ്, ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഒരു കാര്യം ചെയ്യ്, മോൻ ഉറങ്ങിയെന്ന് ഓർത്തോണ്ട് വീട്ടിൽ പോകുന്നു വേണ്ട, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതി, ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് പോയാൽ മതി. അത് പിന്നെ ആളുകളൊക്കെ വരുമ്പം ഇവനിവിടെ ഉറങ്ങിക്കിടക്കുമ്പം അത് നല്ലതാണോ ശരിയാണോ? അതിനൊരു പ്രശ്നമില്ല. ഇവിടെ മറ്റാരും വരാനൊന്നും പോകുന്നില്ല, ഇത് ഞങ്ങളുടെ മുറിയാണ്, ആദ്യക്കുട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ, മോൻ ഉറങ്ങുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് നമ്മുടെ ആദ്യക്കുട്ടനെ അങ്ങ് കിടത്തിയിട്ടോ. ഏതായാലും ആദ്യക്കുട്ടനെ കിടത്തിയിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ പതുക്കെ തട്ടിയൊക്കെ കൊടുത്തിട്ട് ഉറങ്ങിക്കോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്കും വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ട് കേട്ടോ രേവതിയോട്. കാരണം വേറെ ഒന്നുമല്ല, ശ്രുതി പോലും ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ രേവതി ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി സാറ് വരികയാണ്. അങ്ങനെ സച്ചി സാറ് വന്ന് ഇറങ്ങി. സച്ചി സാറല്ല കേട്ടോ, മാറിപ്പോയി, നമ്മുടെ രേവതിയുടെ കുടുംബം, രേവതിയുടെ അമ്മയും അനിയത്തിയും അതുപോലെ തന്നെ അനിയനും കൂടെ വന്ന് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രന് ഉമ്മർത്ത് തന്നെയുണ്ട്, അച്ചമ്മയും ഉമ്മർത്തുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ വന്ന് ഇറങ്ങിയതും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ബാബാ നിൽക്കാതെ അവിടെ എന്താ നിൽക്കുന്നത്, കയറി വാന്നേ എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ അച്ചമ്മയും ചെന്നിട്ട്, എല്ലാവരും കയറി വന്നേ, എല്ലാവർക്കും സുഖമാണോ, എല്ലാവരും സുഖമായിരിക്കുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അവിടെ പ്രത്യക്ഷപ്പെട്ടു. ചന്ദ്രയുടെ കാര്യം പറയണ്ടല്ലോ, ഇങ്ങനെ മുഖമൊക്കെ വീർത്തിരിക്കുക. അങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല മോനെ എങ്ങനെയുണ്ട്, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എന്നിങ്ങനെ അനിയനോട് ചോദിച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ അച്ചമ്മ പറഞ്ഞു, കുഴപ്പമില്ലെന്നൊന്നും പറഞ്ഞാൽ പോരാട്ടോ, നന്നായിട്ട് പഠിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ രേവതിയുടെ അമ്മ ചോദിച്ചു, അല്ല അച്ചമ്മേ, രേവതി എന്തിയേ? രേവതിയൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾ അകത്തേക്ക് കയറി വാന്നേ എന്നും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ ഇവരെ എല്ലാവരെയും. അങ്ങനെ രേവതിനെ കാണിക്കുകയാണ്. രേവതി പറഞ്ഞു, അതെ എൻ്റെ അമ്മ താഴെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ താഴേക്ക് പോവാന്ന് പറഞ്ഞു ശ്രുതിയുടെ അമ്മയോട്. മോള് പൊക്കോ, അതിനിപ്പോൾ എന്താ, ഞാനിവിടെ ഇരുന്നോളാമല്ലോ. എങ്കിൽ പിന്നെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി താഴേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ദേവു രവീന്ദ്രനോട് ചോദിച്ചു, അല്ല സച്ചേട്ടനും കണ്ടില്ലല്ലോ, സച്ചേട്ടൻ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, അതെ അവനൊരു ഓട്ടം പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി വന്ന ഉടനെ നമ്മുടെ രേവതിയുടെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. രേവതി ചെന്ന് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട്, മോളെ സുഖമല്ലേ നിനക്ക് എന്ന് ചോദിച്ചു. അതെ അമ്മേ, സുഖം അമ്മേ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുമുള്ള സ്നേഹപ്രകടനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് വീണ്ടും കല്ലിക്കടി. ചന്ദ്രയ്ക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല. ചന്ദ്ര ഭാമയോടോ, കണ്ടില്ലേ
വൃത്തികെട്ട കൂട്ടങ്ങൾ, എന്തിനാ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത്? എടി ചന്ദ്രൻ, നീ ഒരു കാര്യം ചെയ്യ്. നിൻ്റെ വീട്ടിൽ വന്ന അതിഥികളല്ലേ, നീ ചെന്ന് അവരോട് സംസാരിക്കുക. അപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു, പിന്നെ സംസാരിക്കാൻ പറ്റിയ ടീമാണല്ലോ, ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും എൻ്റെ ശ്രുതിമോള്? എൻ്റെ പൊന്നു ചന്ദ്രൻ, നീ അങ്ങനെയൊന്നും പറയരുത്, നീ പോയി സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഫ്രണ്ടിലേക്ക് പോയിട്ടോ. അപ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് ചെന്നു, അവിടെ നിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയുടെ അമ്മ ചോദിച്ചു, അല്ല സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നിന്നോടല്ലേ ചന്ദ്ര ചോദിക്കുന്നത്, നിനക്ക് ചെവിയേക്കത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എന്ത് സുഖം, അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കൊണ്ടുവന്ന പൂവും കുറേ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ താലത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, എന്തിനാ മോളെ ഇതൊക്കെ കൊണ്ടുവന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ ഒരു വീട്ടിലേക്ക് വരുമ്പം ഇങ്ങനെയൊക്കെ അല്ലേ കൊണ്ടുവരേണ്ടത്. മോള് പറഞ്ഞത് ശരിയാ, മര്യാദയുള്ളവരെ ഇങ്ങനെയൊക്കെ ചെയ്യും, മര്യാദയില്ലാത്തവരുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പഴങ്ങളും കുറച്ച് ഫ്രൂട്ട്സും പൂക്കളും ഒക്കെ എടുത്ത് ഒരു താലത്തിൽ വെച്ചിട്ട് നമ്മുടെ ചന്ദ്രയുടെ നേരെ നീട്ടുകയാണ്. കാരണം ചന്ദ്രയാണല്ലോ ആ വീട്ടിലെ വീട്ടമ്മ. ചന്ദ്ര മേടിക്കുവോ? അതുമല്ല, അത് കണ്ടതും ചന്ദ്ര കുറ്റം പറയാൻ തുടങ്ങി. വിറ്റുപോകാത്ത പൂക്കളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണല്ലേ. എന്തായാലും വിറ്റുപോകാത്തത് കൊണ്ട് അത് നന്നായി. ഫ്രൂട്ട്സൊക്കെ വില കൊടുത്ത് മേടിച്ചതാണോ, അതോ ഇനി ആരേലും വെറുതെ ഫ്രീ ആയിട്ട് തന്നതാണോ? കണ്ടാ പറയില്ല, ചില കടയിൽ നിന്നേ ഈ കേട് വന്നത് വെറുതെ കൊടുക്കും, അല്ല അതാണോ ഇത് എന്നിങ്ങനെ ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ അനിയത്തിയുടെ കാലിൽ നിന്ന് ഇങ്ങനെ പെരുത്ത് കയറി കേട്ടോ. അങ്ങനെ ചന്ദ്ര പറഞ്ഞു, മകളുടെ ചടങ്ങല്ലേ, ഇന്നെങ്കിലും ഒന്ന് ഫ്രഷ് ആയത് മേടിക്കത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും രേവതിയുടെ അനിയൻ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചില കടകളിൽ നിന്ന് കേടുള്ളത് കൊടുക്കുന്ന ആൻറ്റിക്ക് എങ്ങനെ അറിയാം? ആൻറ്റി ക്യൂ നിന്ന് ഇതാണോ മേടിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറഞ്ഞു, ശരത്തെ നീ മിണ്ടാതിരിക്കുക, മുതിർന്നവരോട് അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് രേവതിയുടെ അമ്മ പറഞ്ഞു, ചെറിയ പയ്യനല്ലേ, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. നിൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ വായിലേ നാവ് കുറച്ച് കൂടുതലാ, അതെനിക്കറിയാം. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്രേ, നിൻ്റെ എത്ര ഏതായാലും മറ്റാർക്കും ഉണ്ടാവത്തില്ല. അപ്പോൾ അച്ഛമ്മയും പറഞ്ഞു, രേവതിയുടെ വീട്ടുകാരാ ഇവരെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ ചന്ദ്ര? നിനക്ക് വയസ്സ് എത്രയായി? എന്നിട്ടാ എന്തു പറയണം എന്തു പറയാൻ പാടില്ല എന്നൊന്നും നിനക്കറിയാൻ പാടില്ലേ? നീ എന്താ കൊച്ചുകുട്ടിയാണോ? എല്ലാവരും ഉള്ളത് കൊണ്ട് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ നിന്റെ തോലി ഉരിച്ചേനെ ഞാനിന്ന്. രണ്ടുപേരും കൂടെ ചേർന്ന് ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് തട്ടം മേടിച്ചെന്ന് പറഞ്ഞു രവീന്ദ്രനോടും ചന്ദ്രയോടും. ഏതായാലും ഈ അച്ഛമ്മയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ചന്ദ്രയ്ക്ക് മേടിക്കാതിരിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ വേണം വേണ്ട എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ എന്താ പറയുക, എടുത്ത് പിടിച്ച് നമ്മുടെ രവീന്ദ്രൻ കൈ ഇങ്ങനെ നീട്ടിപ്പിച്ചെന്ന് പറയാം ചന്ദ്രയുടെ. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ ഒരു തട്ടം മേടിച്ചിട്ട് അത് നമ്മുടെ രവീന്ദ്രൻ്റെ കൈ തന്നെ പെട്ടെന്ന് ഇങ്ങനെ കുത്തി അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അങ്ങ് കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് മാറി നിന്നു. ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഇറങ്ങി വന്നു കേട്ടോ. അപ്പം രവീന്ദ്രൻ പറഞ്ഞു, ബാ മോളെ ഇറങ്ങി ബാ, ഇതാണ് കേട്ടോ ശ്രുതി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ഇത് ലക്ഷ്മി, ഇത് രേവതിയുടെ അമ്മയും, അത് അനിയത്തിയും, ഇത് അനിയനും ഒക്കെ ആട്ടോ എന്നിങ്ങനെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്കും ഹായ്, അല്ല എന്ത് ചെയ്യുക രണ്ടാളും എന്നിങ്ങനെ ശ്രുതി ചോദിച്ചപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും പഠിക്കുക എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും നല്ലപോലെ തന്നെയാണ് ശ്രുതി ഇങ്ങനെ ഇടപെടുന്നത്. എന്നിട്ട് ശ്രുതി പറഞ്ഞു, അതെ നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ അപ്പുറത്ത് കാണുന്നു പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോയി കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, അതെ നിങ്ങൾ ബാ, ഏതായാലും ഇവിടെ വെറുതെ നിൽക്കണ്ട എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കാലി വന്ന് മൂത്ത് നിൽക്കുക. അപ്പം ഭാമ പറഞ്ഞു, എൻ്റെ പൊന്നു ചന്ദ്ര, നീ വടി കൊടുത്ത് അടി മേടിക്കരുത്, ആ പയ്യൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഇതിനൊക്കെ പകരം ഞാനൊരു കൂട്ടയടി കൊടുക്കുന്നുണ്ട്. അപ്പം ഭാമ പറഞ്ഞു, അത് നീ തിരിച്ചു മേടിക്കാതിരുന്നാൽ നല്ലത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഭാമ പറഞ്ഞത് ശരിയാണ്. ഇനിയിപ്പോൾ എത്ര അടി നമ്മുടെ ചന്ദ്രയ്ക്ക് കിട്ടാനിരിക്കുന്നു. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.